നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിനു പകരം കേരളം എന്ന് ഭരണഘടനയുടെ 1-ാം പട്ടികയിലും 8-ാം പട്ടികയിലും മാറ്റുന്നതിന് അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച ദിവസം ഏതാണ്? 2024 ജൂൺ മാസം 24. 2024 ജൂൺ മാസം 24-നാണ് ഈ ഒരു പ്രമേയം നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചത്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കേരള നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഗവൺമെന്റ് ഓഫ് കേരള എന്നല്ലേ, അപ്പൊ അത് ഗവൺമെന്റ് ഓഫ് കേരളം. അപ്പൊ കേരള എന്നതിന് പകരം കേരളം എന്ന് ഭരണഘടനയുടെ 1-ാം പട്ടികയിലും 8-ാം പട്ടികയിലും മാറ്റുന്നതിന് വേണ്ടി അവതരിപ്പിച്ച പ്രമേയമാണ് നിയമസഭ 2024 ജൂൺ മാസം 24-ന് ഏകകണ്ഠമായി അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ പുതിയ ലോകായുക്തയായി നിയമിതനായ ഹൈക്കോടതി മുൻ ജഡ്ജി ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ. പുതിയ ലോകായുക്തയുടെ പേര് ഇനി മിക്ക പരീക്ഷകളിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റിസ് എൻ അനിൽകുമാർ. ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് കറണ്ട് അഫെയർ ആണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ. അടുത്ത ചോദ്യം, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 4-ാം തവണയും അധികാരമേറ്റ തെലുങ്കുദേശം പാർട്ടിയുടെ നേതാവാണ് എൻ ചന്ദ്രബാബു നായിഡു. എൻ ചന്ദ്രബാബു നായിഡു തെലുങ്കുദേശം പാർട്ടി നേതാവാണെന്ന് ഓർക്കുക. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 4-ാം തവണയും അധികാരമേറ്റ തെലുങ്കുദേശം പാർട്ടി നേതാവാണ് എൻ ചന്ദ്രബാബു നായിഡു. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും അധികം വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. കേരളത്തിന്റെ പുതുക്കിയ വേതനം എത്ര രൂപയാണ്? 346 രൂപ. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഹരിയാനയ്ക്കാണ്. ഹരിയാന. പുതുക്കിയ നിരക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? 1 ഹരിയാന. ഹരിയാനയ്ക്ക് 374 രൂപയാണ്. രണ്ടാമത് ഗോവ 356 രൂപ. ഇനി 3ഉം 4ഉം സ്ഥാനം കേരളവും കർണാടകവും ആണ്. കേരളത്തിലും കർണാടകത്തിലും 346 രൂപ. 346 രൂപയാണ് കേരളത്തിലും കർണാടകത്തിലും ഇപ്പോൾ പുതുക്കിയ നിരക്ക്. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന 10th മെയിൻസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസ് 1-ാം ഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പ് വഴിയാണ് നൽകുന്നത്. ഈ വരുന്ന ഘട്ടങ്ങളുടെ എല്ലാ റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ 10th മെയിൻസിന്റെ ക്ലാസ് ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ബാച്ച് പോകുന്നുണ്ട്, ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1ാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ കുറച്ച് പേരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർ കൂടെ വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അതുപോലെ വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, കമ്പനി LGS, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCRT NCRT ക്ലാസ്സുകൾ മുതലായവയെല്ലാം ആ ഒരൊറ്റ കോഴ്സിൽ, ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് ആ കോഴ്സുകളിലെല്ലാം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ലഭ്യമായിരിക്കും. ഓക്കെ, കൂടാതെ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ട് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. സ്റ്റഡി പ്ലാൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ജനറൽ PSCക്ക് സ്റ്റഡി പ്ലാൻ ഇല്ല, ബാക്കി എല്ലാ കോഴ്സിനും സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ്. അനാമിക ബി രാജീവ് വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ്. വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ്. ഇന്ത്യൻ നാവികസേനയിലെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അനാമിക ബി രാജീവ് ആണ്. അനാമിക ബി രാജീവ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. 2024 GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം ഏതാണ്? നിലമ്പൂർ തേക്കാണ്. നിലമ്പൂർ തേക്കിനാണ് 2024 കേരളത്തിൽ നിന്ന് GI ടാഗ് ലഭിച്ചത്. അപ്പൊ കേരളത്തിലെ വനോൽപ്പന്നമാണ് ഏത്? നിലമ്പൂർ തേക്ക്.
അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരം ആരാണെന്ന് ചോദിച്ചാൽ ആൻസി സോജൻ. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സംവിധായകൻ ആരാണ്? ബേസിൽ ജോസഫ് ആണ്. കായിക താരം ആരാണ്? ആൻസി സോജൻ ആണ്. ആൻസി സോജൻ. അടുത്ത കേരള സർക്കാരിന്റെ ഒരു പദ്ധതി. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെ റൈസ്. കെ റൈസ് എന്നത് കെ റൈസ്, അപ്പോൾ അരി ലഭ്യമാക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത്? പാലക്കാട്. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് ഏത്? പാലക്കാട് ജില്ല. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. കുടുംബശ്രീയുടെ വാർഷിക സർഗോത്സവമായ അരങ്ങ് 2024 ജേതാക്കളായ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയാണ് ജേതാക്കളായത്. നടന്നത് എവിടെ വെച്ച് തന്നെയാണ് നടന്നത്? കാസർഗോഡ് ജില്ലയിൽ വെച്ച് തന്നെയാണ് നടന്നത്. അപ്പോൾ വേദിയായതും കാസർഗോഡ്, ജേതാക്കളായതും കാസർഗോഡ്. അരങ്ങ് 2024 എന്നത് കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവമാണ്. അപ്പോൾ അരങ്ങ് 2024 വേദിയായത് കാസർഗോഡ്, ജേതാക്കളായതും കാസർഗോഡ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെ? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കോഴിക്കോട്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്. ബ്ലസ്സിയുടെ ഒരു പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ. കാഴ്ച എന്ന ചിത്രം സംവിധാനം ചെയ്തതും ബ്ലസ്സി, തന്മാത്ര എന്ന ചിത്രം സംവിധാനം ചെയ്തതും ബ്ലസ്സി. അപ്പൊ കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ച മലയാള സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഇതറിയാമെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. ബ്ലസ്സി. ബ്ലസ്സിയുടെ ബുക്കാണ് കാഴ്ചയുടെ തന്മാത്രകൾ. അടുത്ത ചോദ്യം. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് എന്ന്? 2024 ഏപ്രിൽ മാസം 26. പ്രതീക്ഷിത ചോദ്യം. 2024 ഏപ്രിൽ മാസം 26-നാണ് 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത്. ബീഹാറിൽ പുതിയ നളന്ദ സർവകലാശാല ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? നരേന്ദ്രമോദി. മോദിയാണ് ബീഹാറിൽ പുതിയ നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിൽ കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. ഓപ്പറേഷൻ വെറ്റ് സ്കാൻ എന്നത് ഇമ്പോർട്ടന്റ്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താ? ഓപ്പറേഷൻ വെറ്റ് സ്കാൻ എന്നതാണ്. അടുത്ത ചോദ്യം. 2025 ഏതൊക്കെ വർഷങ്ങളായാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്? 4 വർഷങ്ങളായിട്ട് ആചരിക്കുന്നുണ്ട്. 1 ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ്, 2 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, 3 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ, 4 ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ 2025 4 വർഷങ്ങളായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നൊക്കെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പ്രസ്താവനാ രീതിയിലും ചോദിക്കാം. അപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ് ഓർക്കുക, ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ഓർക്കുക, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ, ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. അടുത്ത ചോദ്യം. കേരള സർക്കാരിന്റെ 2023 ആജീവനാന്ത സേവനങ്ങൾക്കുള്ള വയോസേവന പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണ്? മധുവിനും ചെറുവയൽ കെ രാമൻ, കർഷകനാണ് ഇദ്ദേഹം. ചെറുവയൽ കെ രാമൻ, അതുപോലെ മധു എന്നിവർക്കാണ് കേരള സർക്കാരിന്റെ 2023 ആജീവനാന്ത സേവനങ്ങൾക്കുള്ള വയോസേവന പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഏത് ലോക നേതാവിന്റെ 100ാം ചരമവാർഷിക ദിനമാണ് 2024 ജനുവരി 21 ആചരിച്ചത്? വ്ളാഡിമിർ ലെനിൻ. വ്ളാഡിമിർ ലെനിന്റെ 100ാം ചരമവാർഷിക ദിനമാണ് 2024 ജനുവരി 21 ആചരിച്ചത്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. പാർലമെന്റ് മന്ദിരത്തിൽ വിവിധ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമകൾ ഒരുമിച്ച് നിലകൊള്ളുന്ന സ്ഥലത്തിന് ഒരു പേര് കൊടുത്തു. എന്താ കൊടുത്തത്? പ്രേരണാ സ്ഥൽ. അപ്പോൾ പ്രേരണാ സ്ഥൽ എന്നത് പാർലമെന്റ് മന്ദിരത്തിൽ വിവിധ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമകൾ ഒരുമിച്ച് നിലകൊള്ളുന്ന സ്ഥലത്തിന് നൽകിയ പേരാണ് പ്രേരണാ സ്ഥൽ. അടുത്ത ചോദ്യങ്ങൾ. ഇനി പറയുന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. ഇപ്പൊ കഴിഞ്ഞ 10th പ്രിലിംസിനും ചോദിച്ചു.
2024 സംസ്ഥാന സർക്കാരിന്റെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? MK സാനുവിനാണ് ലഭിച്ചത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിവ. അതിൽ ആദ്യത്തെ പുരസ്കാരം കേരള ജ്യോതിയാണ്. 2024 ലഭിച്ചത് MK സാനുവിനാണ്. MK സാനു. ഇനി കേരള പ്രഭ പുരസ്കാരം രണ്ടാം സ്ഥാനം കേരള പ്രഭയ്ക്കാണ്. കേരള പ്രഭ പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെ? ISRO ചെയർമാനായ S സോമനാഥ്, ഇദ്ദേഹത്തിന്റെ മേഖല ശാസ്ത്ര സാങ്കേതികം. ജൈവ കർഷക ഭുവനേശ്വരി, ജൈവ കർഷക, ഇപ്പോൾ കൃഷിയാണ് മേഖല. ജൈവ കർഷകയായ ഭുവനേശ്വരിക്കും ISRO ചെയർമാനായ S സോമനാഥനുമാണ് 2024 സംസ്ഥാന സർക്കാരിന്റെ കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ചത്. അടുത്തത് കേരള ശ്രീ പുരസ്കാരം 6 പേർക്കാണ് ലഭിച്ചത്. ആരാണ് 6 പേർ? കലാമണ്ഡലം വിമല മേനോൻ, മേഖല കല. ഡോക്ടർ TK ജയകുമാർ, ആരോഗ്യം. ഡോക്ടർ TK ജയകുമാർ മേഖല ഏതാണ്? ആരോഗ്യം. നാരായണ ഭട്ടതിരി മേഖല ഏതാണ്? കാലിഗ്രഫി. സഞ്ജു സാംസൺ, കായികം. ഷൈജ ബേബി, സാമൂഹിക സേവനം, ആശാ വർക്കർ. VK മാത്യൂസ്, വ്യവസായ വാണിജ്യം. ഇപ്പോൾ 2024 സംസ്ഥാന സർക്കാരിന്റെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ? 6 പേർക്ക്. കലാമണ്ഡലം വിമല മേനോൻ, കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോൾ തന്നെ കല. ഡോക്ടർ TK ജയകുമാർ, ഡോക്ടറാണ്, ആരോഗ്യം. നാരായണ ഭട്ടതിരി, കാലിഗ്രഫി. സഞ്ജു സാംസൺ, കായികം. ഷൈജ ബേബി, സാമൂഹിക സേവനം, ആശാ വർക്കർ. VK മാത്യൂസ്, വ്യവസായ വാണിജ്യം. അടുത്തത് ഒരു പുസ്തകമാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള പുസ്തകം. MK സാനുവിന്റെ പുസ്തകമാണ്. ഇദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു പുസ്തകവും ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? MK സാനു. MK സാനു ആണ് മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടത്. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെ? അസർബൈജാനിലെ ബാഗു ആണ് 29ാം UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. ഓക്കെ, അപ്പോൾ 25 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇത്രയും ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിനു പകരം കേരളം എന്ന ഭരണഘടനയുടെ 1ാം പട്ടികയിലും 8ാം പട്ടികയിലും മാറ്റുന്നതിന് അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചത് 2024 ജൂൺ 24. കേരളത്തിന്റെ പുതിയ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. ജസ്റ്റിസ് N അനിൽകുമാർ. N ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. ഹരിയാനയിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനമുള്ളത്. കേരളത്തിന്റെ വേതനം 346 രൂപ. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അനാമിക B രാജീവ് ആണ്. 2024 GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരം ആൻസി സോജൻ. കെയറൈസ് എന്നത് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല പാലക്കാട്. കാസർഗോഡാണ് അരങ്ങ് 2024 നടന്നതും അതുപോലെ ജേതാക്കളായതും. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് കോഴിക്കോടാണ്. കാഴ്ചയുടെ തന്മാത്രകൾ എന്നത് ബ്ലസ്സിയുടെ പുസ്തകമാണെന്ന് ഓർക്കുക. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് 2024 ഏപ്രിൽ മാസം 26. ബീഹാറിൽ പുതിയ നളന്ദ സർവകലാശാല ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി. മൃഗസംരക്ഷണ വകുപ്പിൻ കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. 2025 ഏതൊക്കെ വർഷങ്ങളായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു? ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ, ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. 2023 ആജീവനാന്ത സേവനങ്ങൾക്കുള്ള വയോസേവന പുരസ്കാരങ്ങൾ ലഭിച്ചത് മധുവിനും ചെറുവയൽ K രാമനുമാണ്. വ്ളാഡിമിർ ലെനിന്റെ 100ാം ചരമവാർഷിക ദിനം 2024 ജനുവരി 21. പ്രേരണാസ്ഥൽ പാർലമെന്റ് മന്ദിരത്തിൽ വിവിധ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമകൾ ഒരുമിച്ച് നിലകൊള്ളുന്ന സ്ഥലത്തിന് നൽകിയ പേരാണ്. 2024 കേരള ജ്യോതി പുരസ്കാരം MK സാനുവിന് ലഭിച്ചു. കേരള പ്രഭ S സോമനാഥനും ഭുവനേശ്വരിക്കും. കേരള ശ്രീ പുരസ്കാരം കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. അവരുടെ മേഖലകൾ കൂടി ഓർത്തിരിക്കാം.
മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് MK സാനു ആണ്. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാനിലെ ബാഗു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ടവയാണ്. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് 1-2 മാർക്ക് കിട്ടും കേട്ടോ. അത്രത്തോളം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളൊക്കെ നടന്നു വരുന്നു. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഞാൻ അവിടെ മന്ത്ലി കറണ്ട് അഫയേഴ്സും ഷോർട്ട് കറണ്ട് അഫയേഴ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്യുക. ആവശ്യമുള്ള കോഴ്സുകൾ ഏതാന്ന് വെച്ചാൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ലഭ്യമാണ്, പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.